അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അന്നിഅമത്തുൽ കുബ്ര എന്ന മൗലിദ് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മുമ്പ് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് അന്നിഅമത്തുൽ കുബ്ര എന്ന് പേര് വെക്കപ്പെട്ടുകൊണ്ട് തുബഅ ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വന്ന ചില ഇബാറത്തുകളുമായി ബന്ധപ്പെട്ടാണ്. മഹാന്മാരായ ഇമാം സഖാവി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം സുയൂത്തി അടക്കമുള്ള പണ്ഡിതന്മാർ അസ്ലുൽ അമലിൽ മൗലിദുമായി ബന്ധപ്പെട്ട് മൗലിദിന്റെ വ്യാപനം എന്നാണ് ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഒരു രൂപത്തിലുള്ള മൗലിദ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അന്നിഅമത്തുൽ കുബ്രയിൽ ഖുലഫാഉർ റാഷിദീങ്ങളെ തൊട്ട് മൗലിദുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, മൗലിദിന്റെ മഹത്വങ്ങളെ അറിയിക്കുന്ന ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇമാം ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു തൊട്ട്, അതുപോലെ ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ശരീഉസ് സഖതി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ തൊട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇമാം ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു തൊട്ട് യാനത്ത് ഉദ്ധരിച്ച ഭാഗങ്ങൾ വായിക്കാം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു പറയാണ്, വദിത്തു ലൗ കാന ലി മിസ്ലു ജബൽ ഉഹദ്, ഞാൻ ആഗ്രഹിച്ചു പോയാണ് എനിക്ക് ഉഹദ് മലയോളം എനിക്ക് ദഹബൻ സ്വർണമുണ്ടായിരുന്നെങ്കിൽ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദ് റസൂൽ, പ്രവാചകന്റെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അത് ഓതുന്നതിന്റെ മേലിൽ ഞാൻ ചെലവഴിക്കുമായിരുന്നു. അതുപോലെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു വാക്യം, മൻ ഹളറ മൗലിദ റസൂൽ, റസൂലിന്റെ മൗലിദിന് ആരെങ്കിലും ഹാജരായാൽ വഅല്ലമ ഖദറഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ, അതിന്റെ മഹത്വത്തെ ബഹുമാനിച്ചാൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു എന്ന ആശയമടങ്ങുന്ന ചില ഇബാറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ അന്നിഅമത്തുൽ കുബ്രയുമായി ബന്ധപ്പെട്ടാണ് ഇത് കാര്യമായി പരാമർശനം നടന്നിട്ടുള്ളത്. അന്നിഅമത്തുൽ കുബ്ര എന്ന മൗലിദ് ഗ്രന്ഥം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ 2 രൂപത്തിലുള്ള അന്നിഅമത്തുൽ കുബ്ര ഇവിടെ പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് അന്നിഅമത്തുൽ കുബ്ര അൽ ഹഖീഖിയ, യഥാർത്ഥ അന്നിഅമത്തുൽ കുബ്ര. മറ്റൊന്ന് അന്നിഅമത്തുൽ കുബ്ര അൽ മുസവ്വർ, കൃത്രിമ നിഅമത്തുൽ കുബ്ര. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. അന്നിഅമത്തുൽ കുബ്ര, ഈ കൃത്രിമമായ അന്നിഅമത്തുൽ കുബ്ര പല തബഅകളിലായിട്ട്, പ്രിന്റുകളിലായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരു ഹെഡിങ് മൗലിദുൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അതുപോലെ അന്നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞുകൊണ്ട് കൈറോയിൽ നിന്നും പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അന്നിഅമത്തുൽ കുബ്ര ഹലബിൽ നിന്ന് പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്കൊക്കെ പരിചയമുള്ള ഇസ്താംബുൾ, തുർക്കിയിൽ നിന്ന് പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രിന്റ് ചെയ്യപ്പെടുന്ന നിർമ്മിത അന്നിഅമത്തുൽ കുബ്ര, കളവ് ചേർക്കപ്പെട്ട അന്നിഅമത്തുൽ കുബ്ര നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ വന്നുപെട്ടിട്ടുള്ളത് ചില ആളുകൾ. ഇതിനുള്ള തെളിവ്, ഇത് ഒരു കൃത്രിമമാണെന്നുള്ള തെളിവ് പണ്ഡിതന്മാർ, ഇതിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത്, ഈ കിതാബിൽ തന്നെ ഇത് രചിച്ച വ്യക്തി ആരെന്ന് ബൈത്തിലൂടെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഞാൻ ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണെന്നാണ്, ഹസനി അല്ലെങ്കിൽ ഹുസൈനിയോ ആണ് എന്നാണ്. സത്യത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ആളെ അല്ല എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ്. അത് തന്നെ ഇതൊരു കൃത്രിമമായ ആരോപണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ഈ മൗലിദ് ഗ്രന്ഥം കള്ളക്കഥകളിൽ നിന്നും കള്ള ഹദീസുകളൊക്കെ രക്ഷപ്പെട്ട ഒരു കിതാബ് എന്നാണ്. പക്ഷെ ഇതിലുള്ളതോ, ഈ നിർമ്മിത കിതാബുകളുള്ളത് അനവധി കള്ളക്കഥകളാണ്. മറ്റൊരു കാര്യം, ഏതൊരു കിതാബ് വരുമ്പോൾ നമുക്കൊരു നുസ്ഖ, അതിൻ്റെ ഒരു കോപ്പി, ഒരു കയ്യെത്തു പ്രതി ഉണ്ടാവും. പക്ഷെ ഈ മുസവ്വറായ, നാം നേരത്തെ പറഞ്ഞ ഹഖീഖിയായ യഥാർത്ഥത്തിലുള്ള നിഅമത്തുൽ കുബ്രയുടെ ഇതല്ല, അല്ലാത്ത ഈ കെട്ടിച്ചമച്ച അന്നിഅമത്തുൽ കുബ്രയിലേക്ക് യഥാർത്ഥ കോപ്പി, ഖത്തിയായ നുസ്ഖ ലഭ്യമല്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ നിർമ്മിതമായ നിഅമത്തുൽ കുബ്രയിലുള്ള ഖുത്ബ, അതിന്റെ പ്രാരംഭ പ്രസംഗം അറബിയിലുള്ള,
അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ളതും രണ്ടും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നിരവധി ഉലമാക്കൾ ഷർഹും വ്യാഖ്യാനവും ഹാഷിയകളും എഴുതിയ കൂട്ടത്തിൽ ഈ ഒരു നിഅമത്തുൽ കുബറയ്ക്ക് ആരും ഒരു വ്യാഖ്യാനം എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇത് കെട്ടിച്ചമച്ച നിഅമത്തുൽ കുബറയാണ് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രണ്ട് രൂപത്തിലുള്ള യാഥാർത്ഥ്യവും കെട്ടിച്ചമക്കപ്പെട്ട നിഅമത്തുൽ കുബറ വരുന്നുണ്ട് എന്ന് നിരവധി ആളുകൾ ഇതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനികളെ ഞാൻ പറയാം. മുഹമ്മദ് ത്വൽഹത്ത് ബിൻ ബിലാൽ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു മക്കാല തന്നെ, ഒരു ലേഖനം തന്നെ ഉണ്ട്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: റദ്ദുൽ ഫളാഇലിൽ മസ്ഊമ ലിഖിറാഅത്തി ഖിസ്സത്തിൽ മൗലിദിൻ നബവി. മൗലിദ് നബിയുമായി ബന്ധപ്പെട്ട കഥകളാണെന്ന് വാദിക്കപ്പെട്ട അതിനുമായി ബന്ധപ്പെട്ട ഫളായിലുകളെ റദ്ദ് ചെയ്യുന്ന, എതിർക്കുന്ന കിതാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അൽ ബാഹിദ ലമ്യാഉ ഷാഫി, ഗവേഷകയായ ലമ്യാഉ ഷാഫി, അവരുടെ ഇബ്നു ഹജർ ഹൈത്തമിൽ മക്കി വജുഹൂദുഹു ഫിൽ കിതാബത്തി താരിഖിയ എന്ന ഗ്രന്ഥത്തിലും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാ ഉമർ സൈഫി റളിയല്ലാഹു അൻഹു നഫായിസുദ് ദുറർ എന്ന കിതാബിന് തഹ്ഖീഖ് എഴുതിക്കൊണ്ട് ജോർദാനിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദക്തൂർ അംജദ് റഷീദ് ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ മുർഹഫ് ബിൻ അബ്ദുൽ വഹാബ് മൗലിദ് ബിൻ ഹജർ എന്ന ഗ്രന്ഥത്തിന് മുഖദ്ദിമ എഴുതിക്കൊണ്ട് ഈ വിഷയം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് മഖ്തൂത്താത്തുകളുടെ ഒക്കെ ആളും അതുപോലെ നിരവധി തസ്നീഫാത്തുകളുടെ കർത്താവുമായ ബഹുമാനപ്പെട്ട അബൂബക്കർ ബാദീബ്, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം തന്നെ മൗലിദ് ബിൻ ഹജർ ബൈന തഹ്ഖീഖി വത്തസ്വീർ എന്നാണ്. യാഥാർത്ഥ്യവും മിഥ്യവുമായതിന്റെ ഇടയിൽ മൗലിദ് ബിൻ ഹജർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഹവാഷിൻ നിഅമത്തുൽ കുബ്ര വ മുഖ്തസരിഹ വ മുലഖസിഹ എന്ന് പറയുന്ന 2 ജുസ്ഓളം വരുന്ന ഇതും ഇതല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള വളരെ പ്രധാനപ്പെട്ട അബ്ദുൽ ബസീറുൽ മലൈബാരിയുടെ ഒരു ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇതിന് 2 ജുസ്കളാണുള്ളത്. ഇതല്ലാത്ത പല ഷറഹുകളും ഇതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം തന്നെയാണ് അബ്ദുൽ ബസീറുൽ മലൈബാരിയുടെ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഇആനത്തു ത്വാലിബീനിൽ ഖുലഫാഉർ റാഷിദുമായി ബന്ധപ്പെട്ട പരാമർശമില്ല, അന്യാമത്തുൽ കുബറയിലുള്ള സംഭവമാണെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിൽ ചർച്ചയില്ല. പിന്നെ ചില താബിഈങ്ങളെ തൊട്ടും അതുപോലെ തന്നെ അതിനുശേഷമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ തൊട്ടൊക്കെ ഉദ്ധരിക്കപ്പെട്ടതാണ്. പക്ഷെ ആ ഉദ്ധരിക്കപ്പെട്ടതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ തഹ്രീജ് അവർ കൊടുക്കാത്ത കാരണം തന്നെ ആ വിഷയത്തിൽ നമ്മൾ മൗനം പാലിക്കുകയാണ് ചെയ്യൽ ഏറ്റവും നല്ലത്. കാരണം നിരവധി ഗ്രന്ഥങ്ങൾ അങ്ങനെയുണ്ട്. കാരണം ഇമാമിങ്ങൾ വ്യക്തമാക്കിയ കാര്യമാണ്. ബഹുമാനപ്പെട്ട നൂറുൽ അബ്സാറിന്റെ ഷാരിഹായ, അതിന്റെ വ്യാഖ്യാതാവായ ബഹുമാനപ്പെട്ട ഇഫാദത്തുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ മുസന്നിഫ് പറയുന്നുണ്ട്, ചില ഗ്രന്ഥങ്ങൾ നമ്മൾ വായിലിങ്ങളുടെ ഇടയിൽ, പ്രഭാഷകന്മാരുടെ ഇടയിൽ, ഹുതബാക്കളുടെ ഇടയിലൊക്കെ പ്രചരിപ്പിച്ച ചില ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. കാരണം എല്ലാ ഹദീസുകളും എല്ലാ വിഷയങ്ങളും അത് ബലപ്പെട്ടത് ആവണമെന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒന്ന് തംബീഹുൽ ഗാഫിലി, അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം, നുസ്ഹത്തുൽ മജാലിസ് സുഫൂരിയുടെ ഗ്രന്ഥം, ദുറത്തുൻ നാസിഹീൻ ഖുവൈലിയുടെ ഗ്രന്ഥം, അതുപോലെ റൗദുൽ ഫായിഖ് എന്ന് പറയുന്ന ഇബ്നു അബ്ദുൽ കാഫിയുടെ ഗ്രന്ഥങ്ങളൊക്കെ അതിന്റെ മുസന്നിഫുകളൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. പക്ഷെ അതിൽ വന്നത് ചില വിഷയങ്ങൾ വളരെ ഗൗരവതരമായ മൗദുആത്തുകൾ അടങ്ങിയ, മഷ്ഹൂറുൻ ബിൽ മൗദുആത്ത് തന്നെ പറയാം, മൗദുആത്ത് കെട്ടിച്ചമച്ച കൊണ്ട് നിറക്കപ്പെട്ട ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെ തവഖുഫ് അത് നമ്മൾ നിലനിർത്തുകയാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ ന്യായീകരിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഉള്ള മറ്റൊരു വിഷയം, ഇആനത്തു ത്വാലിബീനോട് തുടർന്നുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദുൽ ഫാസി അവരുടെ മൗലിദ് ഗ്രന്ഥത്തിലും ഈ വിഷയം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇആനത്തു ത്വാലിബീൻ ഒരിക്കലും ഈ മുസവ്വറായ നിഅമത്തുൽ കുബ്ര കൊണ്ട് തെറ്റിദ്ധരിച്ചതല്ല. കാരണം ഈ മുസവ്വറായ നിഅമത്തുൽ കുബ്ര ഇറങ്ങുന്നത് 1323 മഹാനായ ഇമാം ബഖരി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് 1310. അപ്പൊ ഏതായാലും ഈ മുസവ്വറ കണ്ടുകൊണ്ട്, ഈ നിർമ്മിതിമായ നിഅമത്തുൽ കുബ്ര കണ്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചതല്ല എന്ന് മനസ്സിലാക്കാം. ഏതായാലും
ഇയാനത്തു ത്വാലിബീൻ ഇതല്ലാത്ത രണ്ട് ഹിക്കായത്തുകൾ, രണ്ട് ചരിത്രങ്ങൾ ഹാറൂൺ റഷീദിന്റെ ചരിത്രം വിവരിക്കുന്നുണ്ട്, അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഈ മുസവ്വറിൽ അവർ പറയാത്ത ഫഖ്റു റാസി റളിയല്ലാഹു അൻഹു തൊട്ടും ഉദ്ധരണികൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ അന്യാമത്തുൽ കുബ്രയിൽ വന്ന ഒരു പരാമർശം അത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റേതല്ല എന്ന് നമുക്ക് ശങ്കക്കിടയില്ലാതെ വണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളിൽ വന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങേറാകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള ഒരു തഹ്ഖീഖ് എന്ന് പറയാൻ സാധിക്കും. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും അല്ലാഹു തആല നമുക്ക് നാഫിയാലും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.